ശ്രീ രാംകുമാർ സർ, ശ്രീ ഉല്ലാസ് പറഞ്ഞ് അവസാനിപ്പിച്ച ആ വാക്കിൽ നിന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. സാധാരണക്കാർ എവിടെ പോകും? ചങ്ങലയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആനയ്ക്ക് മതമിളകിയ ചങ്ങലയ്ക്കിട, ഈ ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്തായാൽ എന്ത് ചെയ്യും? അതാണ് കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി എന്താണ് സാഹചര്യമെന്ന് നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം സംസാരിച്ചു കഴിഞ്ഞു. എവിടെ പോകും? സാധാരണക്കാരന് എവിടെ നിന്ന് നീതി കിട്ടും? നടപടികളൊക്കെ ഇപ്പോൾ കടലാസിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമ്മളാരും വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ കേരള സമൂഹത്തിന് എന്ത് പറ്റി? പ്രതികരണശേഷി മുഴുവൻ നഷ്ടപ്പെട്ടു പോയോ? ഏതാനും മാധ്യമപ്രവർത്തകരൊഴിച്ച് മറ്റാരും ഈ വിഷയത്തെക്കുറിച്ച് സക്രിയരായിട്ടോ ശക്തമായിട്ടോ പ്രതികരിക്കുന്നത് പോലുമില്ല. ഇവിടെ സാമൂഹ്യ പ്രവർത്തകരില്ലേ, മനുഷ്യാവകാശ പ്രവർത്തകരില്ലേ, രാഷ്ട്രീയ പ്രവർത്തകരില്ലേ, സാഹിത്യകാരന്മാരില്ലേ, പിന്നെ സാംസ്കാരികക്കാരെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് അവരോട് അങ്ങേയറ്റത്തെ അവജ്ഞയും വെറുപ്പുമാണ്. അവരെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അവമാനമാണ്. ഇവരിൽ നിന്നൊക്കെ നേതൃത്വവും പ്രതികരണവും പ്രതീക്ഷിക്കുന്ന നമ്മുടെ സാധാരണക്കാർ ഇനി എവിടെ പോകും? ഇതുപോലെ നഗ്നമായൊരു മനുഷ്യാവകാശ ലംഘനം കേരളവും ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന എല്ലാ പ്രദേശത്തും കണ്ടിട്ട് പോലും ശക്തമായി പ്രതികരിക്കാത്തൊരു വിഭാഗം കേരളത്തിലുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഇവരെയാണോ പ്രബുദ്ധ കേരളം എന്ന് വിശേഷിപ്പിക്കുന്നത്? നിസ്സാര കാര്യങ്ങൾക്ക് നാക്കിട്ടടിച്ച് ചെലച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതുപോലത്തെ ഒരു സംഭവം കണ്ടിട്ട് കണ്ടില്ല എന്നടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ കാശും മേടിച്ച് മനുഷ്യാവകാശ ലംഘനത്തിന് നടപടിയെടുക്കാൻ ഉത്തരവാദിത്ത ആളുകളുടെ മുഖം തിരിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ലജ്ജിച്ച് തല താത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ കേരളത്തിൽ. ഇതിൽ പാവപ്പെട്ട സാധാരണക്കാരനെ എവിടെ പോയി പരാതി പറയും? രാഷ്ട്രീയ കക്ഷികളുടെ കാപട്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിച്ചിരിക്കുന്നു. അവരുടെ മുഖം മൂടി അഴിഞ്ഞു പോണു. ലോക്കപ്പ് മർദ്ദനത്തിനെതിരായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ ലോക്കപ്പ് മർദ്ദനം ഇന്ന് അവരുടെ പ്രവർത്തന ശൈലിയാക്കി മാറ്റിയിരിക്കുകയാണ്. പോലീസുകാരെ കൂലിത്തല്ലുകാരാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് പോട്ടെ, പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇല്ലാതെ സാമൂഹ്യ പ്രവർത്തകരാണെന്ന് ഞെളിഞ്ഞ് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് ഗീർവാണം ഇട്ടുകൊണ്ട് നടക്കുന്നൊരു വിഭാഗമുണ്ടോ? അവരുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയോ? അവരല്ലേ പ്രതികരിക്കേണ്ടത്? അവരല്ലേ നേതൃത്വം കൊടുക്കേണ്ടത്? കഷ്ടപ്പെടുന്ന സാധാരണക്കാരന് അല്പം ഒരു ആശ്വാസവാക്ക് അവൻ പ്രതീക്ഷിക്കുന്ന ആ വിഭാഗത്തു നിന്നല്ലേ അവരെന്താ മിണ്ടാതിരിക്കുന്നത്? ഇതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും അധികം മനസ്സ് മതിക്കുന്ന ദുഃഖകരമായൊരു കാഴ്ച. നമ്മുടെ സമൂഹത്തിന് പറ്റിയ വിലയിടുവാണ്. എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും പ്രതികരിക്കുന്ന കേരളീയനും കേരളത്തിൻ്റെ മനസ്സാക്ഷിയും അവിടെ പ്രബുദ്ധരാണെന്ന് ഞെളിഞ്ഞ് നടക്കുന്ന വർഗവും ഇത്രയും നീചമായ പ്രവൃത്തികൾ നേരിൽ കണ്ടിട്ട് ഒന്ന് പ്രതികരിക്കാനോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ മുന്നോട്ട് വന്നില്ല. വാസ്തവത്തിൽ ലജ്ജിച്ച് തല താത്തണം. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു. ഏതാനും സക്രിയരായ മാധ്യമപ്രവർത്തകരില്ലായിരുന്നെങ്കിൽ കേരളം ഒരു പക്ഷേ ഈ വിവരം അറിയുമായിരുന്നില്ല. അവരെ എത്ര പ്രകീർത്തിച്ചാലും അധികമല്ല. അവർ റേറ്റിംഗ് കൂട്ടാനോ സെൻസേഷനാണെന്നൊക്കെ വിമർശിച്ചാലും ഇത് ഇത്രയും വലിയൊരു സാമൂഹ്യ സേവനം അടുത്ത കാലത്തൊന്നും നമ്മുടെ മാധ്യമപ്രവർത്തകർ നടത്തിയിട്ടില്ല. എല്ലാ മാധ്യമങ്ങളും, ഒന്ന് രണ്ട് മാധ്യമങ്ങൾക്ക് അവരുടേതായ അജണ്ട ഉണ്ടാകും. അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് പോട്ടെ, അവരെ നമുക്ക് അവഗണിക്കാം. അങ്ങനെ ഇത്രയും പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന പ്രബുദ്ധ കേരള സമൂഹം എന്ന് ഇനിമേലല്ല എങ്ങനെ പറയും? ഈ പാവപ്പെട്ട സാധാരണക്കാരൻ ആരോട് പോയി പരാതി പറയും? കോടതിയിൽ പോകാൻ നിവൃത്തിയില്ല. മനുഷ്യാവകാശ സംഘടനകളുടെ അടുത്ത് പോകാൻ നിവൃത്തിയില്ല. മനുഷ്യാവകാശ പ്രവർത്തനത്തിന് നടപടിയെടുക്കുന്ന ആളുകളുടെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി നിഷ്ക്രിയമായിരിക്കുന്നു. പിന്നെ ഈ പാവപ്പെട്ടവനെ അവിടെ പോവും? അവൻ്റെ കഷ്ടപ്പാടുകൾ ആരോട് പറയും? സാമൂഹ്യ പ്രവർത്തകരും രംഗത്ത് വരുന്നില്ല. ഇത് വല്ലാത്തൊരു ദുഃഖകരമായ സ്ഥിതിവിശേഷമാണ്. വാസ്തവത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതും കൂടി ചർച്ച ചെയ്യണമെന്നൊരു വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട്. അതായത് പ്രതികരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വിഭാഗം
വൈമുഖ്യത്തോടുകൂടി സൂചനാർഹമായ നിശബ്ദത അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റത്തെ ദുഃഖകരം. അത് തുറന്ന് കാണിക്കേണ്ട ചുമതല നമ്മുടെ മാധ്യമപ്രവർത്തകർ ഏറ്റെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അശോകൻ ചെരുവിൽ ഒന്ന് കാണാനേ ഇല്ല. രണ്ടുപേര് കവിത എഴുതുന്ന ഒരു മഹാകവിയുണ്ട്, എല്ലാ കാര്യത്തിലും ഇടപെടുന്ന. അദ്ദേഹത്തിന് 2 കവിത പോലും വന്നിട്ടില്ല. അപ്പം അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. സെലക്റ്റീവായിട്ടുള്ള ഈ പ്രതികരണങ്ങൾ മാത്രം പോരാ, ശക്തമായ പ്രതികരണം ഉണ്ടായേ മതിയാവും. കാരണം ഇത് സാധാരണക്കാരൻ്റെ വിഷയം തന്നെയാണ്.